സ്വന്തം പാരൻസിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചു വളർന്ന ആളായിരുന്നോ നിങ്ങൾ? എന്താണ് നാർസിസിസ്റ്റിക് പാരന്റിംഗ്? നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പാരന്റ്സിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് എക്സസീവ് ക്രിറ്റിസിസം, അതായത് കുട്ടി എന്ത് കാര്യങ്ങൾ ചെയ്താലും അവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിക്കുക. അതായത് നിരന്തരമായിട്ട് മറ്റു കുട്ടികളുടെ കഴിവുകളെയും സ്വന്തം കുട്ടിയുടെ കഴിവുകളെയും താരതമ്യം ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പാരന്റ്സ് ശ്രമിക്കാറുണ്ട്. രണ്ടാമതായിട്ട് കണ്ടീഷണൽ ലവ്, അതായത് കുട്ടി എക്സാമിൽ നല്ല മാർക്ക് വാങ്ങുമ്പോൾ മാത്രം അവരോട് സ്നേഹം തോന്നുക, അല്ലെങ്കിൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം സ്നേഹിക്കുക, അല്ലാത്തപ്പോൾ അവരോട് വെറുപ്പോടും ദേഷ്യത്തോടും കൂടി മാത്രം പെരുമാറുന്നത് നാർസിസിസ്റ്റിക് പാരന്റിങ്ങിന്റെ ഒരു സ്വഭാവമാണ്. അതേപോലെ തന്നെ കുട്ടിയുടെ വികാരങ്ങളെ ചെറുതാക്കി കാണുക. കുട്ടിക്കുണ്ടാവുന്ന ഭയം, ദുഃഖം, വിഷമം ഇതെല്ലാം തന്നെ ചെറുതാക്കി കാണുക. അതായത് ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ ഇങ്ങനെ വിഷമിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ കരയുന്നത് എന്ന് പറഞ്ഞ് കുട്ടിയെ വല്ലാതെ തളർത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും. മറ്റൊരു ക്യാരക്ടറാണ് കൺട്രോളിങ് ബിഹേവിയർ. അതായത് കുട്ടിയുടെ ജോലി, കുട്ടിയുടെ പഠനം, എല്ലാ കാര്യങ്ങളും ഇവരുടെ കൺട്രോളിലായിരിക്കണം. അതായത് ഇവരുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് കുട്ടി ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുകയാണെങ്കിലും, അവരൊരു ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ ഫ്രണ്ട്സ്, ഇതെല്ലാം തന്നെ പാരൻസ് കൺട്രോൾ ചെയ്തിട്ടായിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടാവുക. സത്യത്തിൽ പാരന്റ്സ് മനസ്സിലാക്കുന്നില്ല, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കുട്ടികളുടെ ലൈഫിനെ ഇവർ തന്നെ മാറ്റുന്ന സമയത്ത് കുട്ടി വല്ലാതെ ഇമോഷണലി ഡൗൺ ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഇതൊരു തരത്തിൽ ഇമോഷണൽ അബ്യൂസ് ആണ്. നാർസിസിസ്റ്റിക് പാരന്റിങ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ വളർച്ചാ ഘട്ടത്തിൽ അവർക്ക് ഒരുപാട് ട്രോമ നൽകാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇത്തരത്തിലൊരു പാരന്റിങ് അനുഭവിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് വല്ലാത്ത മാനസിക വിഷമവും ട്രോമയും അതേപോലെ തന്നെ ഒരു ബാഡ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. സോ പാരന്റ്സ് മനസ്സിലാക്കുക, അവർക്ക് വേണ്ടത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റിങ് അല്ല. അവരെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അവരെ കേൾക്കുന്ന, അവരുടെ കൂടെ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കുന്ന, അവരുടെ ഇഷ്ടങ്ങളും കൂടി കൺസിഡർ ചെയ്യുന്ന ഒരു പാരന്റ്സിനെയാണ് അവർക്ക് ആവശ്യം. നല്ലൊരു ബാല്യം അല്ലെങ്കിൽ നല്ലൊരു വളർച്ചാ ഘട്ടം അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പാരന്റ്സ് കുട്ടികളുടെ ഇമോഷൻ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.